ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് ഇൻസ്റ്റാൾമെൻ്റ് എന്നും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്നും ആൻഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്തു തീർക്കാമെന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മളൊരു 2 ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ എന്ത് ചെയ്യാം, അതിൽ ഓരോ ഫാക്ടേഴ്സ് തിരിച്ചും മറിച്ചും തന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഫസ്റ്റ് തന്നത് ഡെപ്റ്റ് തന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളോട് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതിന് ഡെപ്റ്റ് എന്താണെന്ന് അറിയണം അല്ലേ, ഇൻസ്റ്റാൾമെൻറ്റ് എന്താണെന്ന് അറിയണം. അത് കൂടാതെയോ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയായിരിക്കാം, ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആയിരിക്കാം. ആൻഡ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് പിന്നെ എങ്ങനെ മാറാം, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മാറാം അല്ലെങ്കിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും മാറും. അടുത്ത ടൈപ്പ് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനുള്ള ചോദ്യങ്ങളായിരിക്കും. ചിലപ്പം അത് ഡൗൺ പേയ്മെൻറ്റ് എന്നിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ ചോദിക്കാം. അതിൽ തന്നെ എന്ത് തരാം, ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള ചോദ്യങ്ങളുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കാം, ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. അടുത്തതോ മന്ത്ലി ആയിരിക്കാം, ആനുവൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് മെയിനായിട്ട് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്കൊരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം. ഇഫ് എ ഡെപ്റ്റ് ഓഫ് ₹1,740 after 5 years is to be paid in equal annual installment. If the rate of interest is 8% per annum, then each installment will be of dash rupees. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് 8% പെർ ആനം ആണ് അവരുടെ റേറ്റ് അല്ലേ. ആൻഡ് ഇയാൾക്ക് ഡെപ്റ്റ് ഉണ്ട്, എത്രയാ, 1740. എന്താ ഈ ഡെപ്റ്റ്, അതായത് ഒരു പ്രിൻസിപ്പിൾ അയാൾ ബോറോ ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ എത്ര കൊല്ലം കൊണ്ടാണ്, 5 കൊല്ലം കൊണ്ട് 8% റേറ്റിൽ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കൂടി. ഓക്കെ, അപ്പം ആദ്യം എത്രയോ ആയിരുന്നു അതിൻ്റെ പ്രിൻസിപ്പിൾ, ബാക്കിയുള്ള 5 കൊല്ലം കൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കൂടി ആകെ അവസാനം 5ാമത്തെ വർഷം അവസാനമാകുമ്പോഴേക്കും ആകെ എത്ര രൂപയാണോ അയാൾ കൊണ്ടുപോയി അടയ്ക്കേണ്ടത്, ഇത് പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് ആകെ എത്ര രൂപയാണോ കൊണ്ടുപോയി അടയ്ക്കേണ്ടത്, അതാണെന്ത് നമ്മുടെ ഈ ഡെപ്റ്റ് എന്ന് പറയുന്ന 1740. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു പ്രിൻസിപ്പിൾ അയാൾ ബോറോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം എന്താണ്, ഒരു ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണെന്ത് നമ്മുടെ എമൗണ്ട്. ഈ എമൗണ്ടാണെന്ത് ഇവിടെ ഡെപ്റ്റായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇയാളിത് എങ്ങനെയാണ് അടയ്ക്കുന്നത്, പെയ്ഡ് ഇൻ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റാണ്. ഓക്കെ, അതായത് വർഷാവർഷം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എന്താ, ഈക്വൽ ആയിരിക്കും അല്ലേ. വർഷാവർഷം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആയിരിക്കും. സപ്പോസ് നിങ്ങൾ നോക്കിയേ, ഞാൻ കൺസിഡർ ചെയ്യുന്നത് 1ാമത്തെ വർഷം എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ₹X. ഓക്കെ, 2ാമത്തെ വർഷം എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇല്ല. ഞാൻ സെയിം ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നല്ല പറയുന്നത്. 2ാമത്തെ വർഷവും ഞാൻ ₹X അടയ്ക്കുന്നു, 3ാമത്തെ വർഷവും X, 4ാമത്തെ വർഷവും X, 5ാമത്തെ വർഷം അവസാനമാകുമ്പോഴേക്കും, ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ കൊല്ലം. 5 കൊല്ലം കൊണ്ട് ഈ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോഴേക്കും, 5ാമത്തെ കൊല്ലം അടയ്ക്കുമ്പോഴേക്കും എന്ത് പൂർത്തിയായി എന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഡെപ്റ്റ് അതായത് 1740 രൂപ കംപ്ലീറ്റ് ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, ഈ 5Xകൾ ചേർന്നാലാണോ ഈ 1740 രൂപയാകുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ചോദ്യം കാണുമ്പോഴേക്കും എന്ത് ചെയ്താൽ മതി, 1740 ആണ്, 5 കൊല്ലം കൊണ്ടാണ് ഈക്വലാണ് ഇൻസ്റ്റാൾമെൻറ്റ്. ഡയറക്റ്റായിട്ട് 1740 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി അല്ലേ, ഒരു ആൻസർ കിട്ടും. വർഷം അടയ്ക്കുന്നു. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെയല്ല. നമ്മൾ ഈ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റുകളുണ്ടല്ലോ, അതെല്ലാം കൂടെ കൂട്ടിയിൽ എത്ര വരും, 5X ഉണ്ട് നമ്മൾ പറഞ്ഞു ഈ കേസിൽ അല്ലേ. ഈ ഇൻസ്റ്റാൾമെൻറ്റുകളെല്ലാം ചേർന്നാലും എത്രയാവില്ല, ഈ 1740 നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട് ആകില്ല. നമ്മൾ ആകെ അടയ്ക്കുന്ന നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ നമുക്ക് ടോട്ടൽ ആകെ എത്ര രൂപയാണോ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്റ് എത്രയാണോ അതിലും കുറവായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളൊന്ന് എക്സാമ്പിൾ ചിന്തിച്ച് നോക്കിയേ. അതായത് എക്സാമ്പിളിൽ എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, എൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് 5ഉം റേറ്റ് 8% തന്നെ, അതിൽ മാറ്റമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തതിൽ നിന്ന് PNR/100 എത്ര വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 × 5 × 8 ഡിവൈഡഡ് ബൈ 100. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 രൂപയായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ എമൗണ്ട് എത്ര വരും, 1400 ആയിരിക്കും. അതായത് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ കൂടി ആകെ എത്ര രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ടത്, അതായിരിക്കും നമ്മുടെ
ടോട്ടൽ എമൗണ്ട് നമ്മൾ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കൊണ്ട് അടയ്ക്കുന്ന എമൗണ്ട്. എന്തുകൊണ്ട് ഈ 5 കൊല്ലം കഴിയുമ്പോൾ അടയ്ക്കണം എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കി, 1000-ന് എൻ്റെ ഒരു വർഷത്തേക്കുള്ള പലിശ എത്രയാണ്? 1000-ന് 8% വെച്ച് എത്രയുണ്ടാവും? 80 രൂപ ഉണ്ടാവും അല്ലേ? ഒരു കൊല്ലത്തേക്ക് 1000-നുള്ള പലിശ 80 രൂപ. അങ്ങനെയാണ് 5 കൊല്ലത്തേക്കും എങ്ങനെയാണ് കാണുന്നത്? 5 കൊല്ലവും 80 രൂപ വെച്ച് 400 രൂപയാണ് 5 കൊല്ലത്തേക്കുള്ള എൻ്റെ ടോട്ടൽ പലിശ. ഇവിടെ എന്തിന് മാറ്റമില്ല? നമ്മൾ ഏത് പ്രിൻസിപ്പിളിലാണ് ഇപ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുന്നത്? അല്ല, റേറ്റ് ഓഫ് അല്ല, നമ്മുടെ ഇൻട്രസ്റ്റ് കാണുന്നത് 1000-ൻ്റെ മുകളിൽ അല്ലേ? ഈ 1000-ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, വർഷാവർഷവും പ്രിൻസിപ്പിൾ എന്ത് തന്നെയാണ്? 1000. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് ഇയർ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രിൻസിപ്പിൾ എത്രയാണ്? 1000 അല്ലേ? ഫസ്റ്റ് ഇയർ ഞാൻ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ 1000 ആണ്. രണ്ടാമത്തെ കൊല്ലം ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഒന്നാമത്തെ കൊല്ലം കഴിയുന്ന ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് ഓൾറെഡി എത്ര ശതമാനമാണ് അവിടെ പലിശ വരുന്നത്? 8% വെച്ച് 80 രൂപ എന്താണേലും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അവിടെ വരുമല്ലോ അല്ലേ? വരും. ഓക്കെ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മൾ ആ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് പോലും അടയ്ക്കത്തില്ലാത്തതുകൊണ്ട് വർഷാവർഷം എൻ്റെ പ്രിൻസിപ്പിൾ അവിടെ എന്ത് തന്നെയാണ്? 1000. അവിടെ ചേഞ്ച് ഇല്ല. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റിൽ ഞാൻ ഒരു കൊല്ലം ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 200 രൂപ ഞാൻ അടച്ചു. ഓക്കെ. അതായത് 80 രൂപ, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതവിടെ വെക്കട്ടെ. പക്ഷേ ഈ 1000-ലേക്ക്, അതായത് എൻ്റെ പ്രിൻസിപ്പിളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു 200 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു. അതായത് ഫസ്റ്റത്തെ വർഷം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ? 1000 രൂപ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ വർഷം അപ്പോൾ 200 രൂപ കൊണ്ടുപോയി അടച്ചാൽ പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? 800 രൂപയായിട്ട് എൻ്റെ പ്രിൻസിപ്പിൾ മാറി. അപ്പോൾ അടുത്ത കൊല്ലം എനിക്ക് 80 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. കാരണം എൻ്റെ പ്രിൻസിപ്പിളിൽ ചേഞ്ച് വന്നു. അടുത്ത കൊല്ലം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന എൻ്റെ പ്രിൻസിപ്പിൾ എത്രയാണ്? 800 രൂപയാണ്. 800-ൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും അടുത്ത വർഷം എനിക്ക് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? അടുത്ത കൊല്ലം ഞാനൊരു 200 രൂപ ഞാൻ കൊണ്ടുപോയി അടച്ചെങ്കിൽ മൂന്നാമത്തെ കൊല്ലം എന്തായി എൻ്റെ പ്രിൻസിപ്പിൾ? 600 രൂപയായിട്ട് മാറി അല്ലേ? ഇങ്ങനെ ഓരോ വർഷവും എന്തുണ്ട്? പ്രിൻസിപ്പിളിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? സപ്പോസ് നിങ്ങൾ നോക്കി, 1000 ഞാൻ 5 വർഷം യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇവരെന്നോട് പറഞ്ഞിരുന്ന പൈസ എത്രയാണ്? 1400 രൂപ അടയ്ക്കണമെന്നാണ് ഇവരെന്നോട് പറഞ്ഞിരുന്നത് അല്ലേ? അതായത് 5 കൊല്ലവും എൻ്റെ പ്രിൻസിപ്പിൾ എന്താ? 1000 രൂപയാണ് അല്ലേ? പക്ഷേ ഇവിടെ ഞാൻ 200 രൂപ ഞാൻ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ 200 രൂപ രണ്ടാമത്തെ കൊല്ലം മുതൽ എൻ്റെ പ്രിൻസിപ്പിൾ എത്രയാണ്? 800 രൂപയാണ് അല്ലേ? രണ്ടാമത്തെ കൊല്ലം എൻ്റെ പ്രിൻസിപ്പിൾ 800 രൂപയാണ്. ഈ 200 രൂപയ്ക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? എനിക്ക് ഇൻട്രസ്റ്റ് കാണേണ്ട കാര്യമുണ്ടോ ബാങ്ക്? ഇല്ല. പക്ഷേ ഈ 200-ൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതായത് 1000-ലെ 200-ൻ്റെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് അവർ നേരത്തെ നിശ്ചയിച്ച് വെച്ചിരുന്നതല്ലേ ഈ 1400 അല്ലേ? പക്ഷേ ഞാൻ 200 രൂപ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണ്ട? എൻ്റെ 200 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കാണേണ്ട കാര്യമില്ല. അപ്പം ബാങ്കുകാർ എന്ത് ചെയ്യണം? ആ 200 രൂപ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങളത് എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് പോയി, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നീ ഈ അടച്ച സ്ഥിതിക്ക് ആ 200-ൻ്റെ എത്ര ശതമാനമാണ്? 8%. പക്ഷേ ഇനി നോക്കി, ഇനി എത്ര കൊല്ലം കൂടിയാണ് ബാക്കി കിടക്കുന്നത്? 5 കൊല്ലം ആ എമൗണ്ട് ബാക്കി കിടപ്പുണ്ട് അല്ലേ? ഈ 5 കൊല്ലത്തേക്ക് എന്ത് ചെയ്യണ്ട? എനിക്ക് 200-നുള്ള ഇൻട്രസ്റ്റ് അടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ബാക്കിയുള്ള ഇതിൽ നിന്ന് 1400-ൽ നിന്ന് 4 കൊല്ലത്തേക്ക്, ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 8%. 8% ഓഫ് എത്ര എന്തിൻ്റെ ആയിരിക്കും? നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 200-ന് ഇനി റേറ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അതിൻ്റെ എത്രയുണ്ടാവും? 32% അവർ നമുക്ക് കുറച്ച് തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത കൊല്ലം ഇവർ പറയുന്ന 200 രൂപ അടച്ചെന്നല്ലേ? ഓക്കെ. അപ്പോൾ ഈ 200 രൂപ ഇനി ഞാൻ എത്ര കൊല്ലം യൂസ് ചെയ്യുന്നത്? മൂന്നാമത്തെ കൊല്ലം, നാലാമത്തെ കൊല്ലം, അഞ്ചാമത്തെ കൊല്ലം, ബാക്കിയുള്ള 3 കൊല്ലം ഞാൻ ഇനി 200 ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നതല്ലേ അവരത്? അപ്പോൾ അവരത് എന്ത് ചെയ്യണം? ആ ഒരു 3 കൊല്ലത്തെയും കൂടെ ഇൻട്രസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കുറച്ച് തരണം. 3 കൊല്ലത്തേക്ക് 8% ഓഫ് 200 രൂപ എനിക്ക് കുറച്ച് തരും അല്ലേ? ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഞാൻ X റുപ്പീസ് ആയിരുന്നു അടച്ചിരുന്നത് അല്ലേ? X റുപ്പീസ് ആയിരുന്നു അടച്ചിരുന്നെങ്കിൽ ഒന്നാമത്തെ വർഷം X റുപ്പീസ്, രണ്ടാമത്തെ വർഷം X, മൂന്നാമത്തെ വർഷം X, നാലാമത്തെ വർഷം X അല്ലേ? അഞ്ചാമത്തെ വർഷം X റുപ്പീസ് അടയ്ക്കുന്നുണ്ട്. ഓക്കെ. കുറച്ചും കൂടെ മാറ്റാം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒന്നാമത്തെ വർഷം ഞാൻ X റുപ്പീസ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ എത്രയാവണമെന്നാണ് പറയുന്നത്? 1740 രൂപ ആവണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വർഷം ഞാൻ X റുപ്പീസ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പ്രിൻസിപ്പിൾ P ആണെങ്കിൽ പ്രിൻസിപ്പിളിൽ നിന്ന് X കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടിനല്ലേ എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് അവർ ജനറേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ.
അതായത് ഈ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ബാങ്കുകാർ. അപ്പോൾ അവർ പറഞ്ഞത് ഈ 4 കൊല്ലത്തേക്കും ഇതിനുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, കുറച്ച് തരാമെന്ന് പറയുന്നു. ഓക്കെ, അത് എത്ര ഉണ്ടാവും? 8% അപ്പോൾ 4 കൊല്ലത്തേക്ക് 8% ഓഫ് എക്സ് റുപ്പീസ് നമുക്ക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, അവർ കുറച്ച് തരും. കാരണം എന്താ, നമ്മൾ നേരത്തെ നമ്മുടെ കേസിൽ എന്തായിരുന്നു പറഞ്ഞത്, 1000 രൂപയ്ക്ക് 1400 രൂപ അവർ കാണുന്നത് എങ്ങനെയാണ്, 5 കൊല്ലവും 1000 വരുന്ന പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു 200 രൂപ അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി 800 രൂപയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ 200-നുള്ള ഫണ്ട് നമ്മളവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവരത് ഓൾറെഡി കൂട്ടി വെച്ചിരുന്നതായതുകൊണ്ട് എന്ത് ചെയ്തു, അവരത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇനി അടുത്തത് ഞാൻ 3-ാമത്തെ കൊല്ലം ഞാൻ എക്സ് റുപ്പീസ് അല്ല 2-ാമത്തെ കൊല്ലം ഞാൻ എക്സ് റുപ്പീസ് അടയ്ക്കുന്നു. അതിനും എനിക്ക് എന്ത് കിട്ടും, അവരത് കുറച്ച് തരും. ബാക്കിയുള്ള എത്ര കൊല്ലം കിടക്കുന്നുണ്ടത്, 1, 2, 3 കൊല്ലം ആ എമൗണ്ട് ബാങ്കിൽ ഉണ്ട് അല്ലേ. 3 × 8% ഓഫ് എക്സ്. ഇതേ കാര്യം എനിക്ക് ബാക്കിയുള്ള കാര്യത്തിൽ റിപ്പീറ്റ് ആവൂലേ. അതായത് ഈ എക്സ്, അതായത് ഈ ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ അടയ്ക്കുന്നു, അതിനി എത്ര കൊല്ലത്തേക്കാണ് ബാങ്ക് കിടക്കുന്നത്, 2 കൊല്ലത്തേക്ക് എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതും എന്ത് ചെയ്യണം, അവർ കുറയ്ക്കണം. ബാക്കി ലാസ്റ്റത്തേത് എക്സോ, അപ്പോൾ 3 കൊല്ലം എഴുതി, ഇനി 2 കൊല്ലത്തേക്കുള്ളത്. ഓക്കെ, 2 കൊല്ലത്തേക്കുള്ള, കാരണം ഈ എക്സ് നമ്മൾ അടയ്ക്കുമ്പോൾ ബാക്കി ഇനി എത്ര കൊല്ലം ബാക്കി കിടക്കുന്നത്, 2 കൊല്ലം ബാക്കി കിടപ്പുണ്ട് അല്ലേ. അതിൻ്റെ 8% ഓഫ് എക്സ് എന്ത് ആര് ചെയ്യണം, ബാങ്കുകാർ കുറച്ച് തരണം. ഇനി ലാസ്റ്റത്തെ വർഷം 4-ാമത്തെ വർഷം ഞാൻ ഒരു എക്സ് അടയ്ക്കുന്നു. ഓക്കെ, അത് എത്രയുണ്ടാവും, 1 കൊല്ലമേ ബാങ്കിൽ കിടക്കുന്നുള്ളൂ. 8% ഓഫ് എക്സ് ബാങ്കുകാർ എനിക്ക് കുറച്ച് തരണം. ഓക്കെ, ലാസ്റ്റത്തെ വർഷം 5-ാമത്തെ വർഷം ഞാൻ എൻ്റെ എക്സ് ഇൻസ്റ്റാൾമെൻറ്റ് കൊണ്ടുപോയി അടയ്ക്കുന്നു. ഓക്കെ, ഇനി അതിനെന്തെങ്കിലും ബാക്കി എടുക്കാനുണ്ടോ? കാരണം ലാസ്റ്റത്തെ 5-ാമത്തെ വർഷം അവസാനമാണ് ഞാനത് കൊണ്ടുപോയി അടയ്ക്കുന്നതെങ്കിൽ പിന്നെയുള്ള ബാക്കിയുള്ള വർഷം എനിക്കുണ്ടോ? ഇല്ല, അതോടെ തീർന്നു അല്ലേ, നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടച്ചു തീർന്നു. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താ, നമ്മുടെ ഓൾറെഡി അവർ നിശ്ചയിച്ച് തരുന്ന ഇൻസ്റ്റാൾമെൻറ്റ്, ഓക്കെ, അതിൻ്റെ ബാക്കിയുള്ള വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തത്തിലുള്ളതാണ് എന്ത്, നമ്മുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, ഇവർ ഓൾറെഡി ആദ്യം കാണുമ്പോഴേ ആ പ്രിൻസിപ്പിൾ വർഷം മുഴുവൻ ഉള്ള പ്രിൻസിപ്പിളായിട്ട്, അതായത് 1000 ആണെങ്കിൽ 5 വർഷം 1000 ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് പോയി. പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രിൻസിപ്പിളിൽ കുറവ് വരും. അപ്പോൾ ആ കുറവ് വരുന്ന പ്രിൻസിപ്പിളിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, അവർ നമുക്ക് കുറച്ച് തരും അല്ലേ. ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൺസെപ്റ്റ്. ഇനി ഇത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇത് എന്തായി, ഇതിന് ഈക്വലായി അല്ലേ. അതായത് ഈ അടയ്ക്കുന്നത് ഇതിന് ഈക്വലായി. ഇത് അടച്ചു തീരുമ്പോഴേക്കും എന്തായി, ഇതിനകത്ത് നിന്ന് കുറച്ച് കഴിയുമ്പോഴുള്ള എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഈ എമൗണ്ടിൽ നിന്ന്, നമ്മുടെ കടക്കേണ്ട ഡെപ്റ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് ബാക്കി എത്രയാണോ ഒരു തുക വരുന്നത് അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാങ്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ 5 പീസായിട്ട് ഇവർ നമുക്ക് തന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് എന്ന് പറയുന്ന സംഭവം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഈ സമ്മത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. അതായത് സപ്പോസ് ഫസ്റ്റ് ഇയർ അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, എക്സ് റുപ്പീസ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള എത്ര കൊല്ലം കിടപ്പുണ്ട്, 4 കൊല്ലം ഇതിവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ 4 കൊല്ലത്തേക്ക് എന്തുണ്ട്, ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലേ. അത് എത്രയുണ്ടാവും, 4.8% ഉണ്ടാവും അല്ലേ, എക്സ് ഉണ്ടാവും. ഇതുപോലെ തന്നെ 2-ാമത്തെ കൊല്ലം ഞാൻ എക്സ് അടയ്ക്കുന്നു അല്ലേ. ഇതിന് എത്ര കൊല്ലം ഉണ്ടാവും, 3 കൊല്ലത്തേക്ക് 8% ഉണ്ടാവും. രണ്ട് കൊല്ലത്തേക്ക് അടുത്തത് എക്സ്. ഈ ലാസ്റ്റ് അടയ്ക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഓക്കെ, ഇതാണ് നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇത് ജനറേറ്റ് ആവുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇവരത് നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് കുറച്ച് തരും, നമ്മുടെ എമൗണ്ടിൽ നിന്ന്, നമ്മുടെ ഡെപ്റ്റിൽ നിന്ന് കുറച്ച് തരും. അപ്പോൾ നിങ്ങൾ നോക്കി, ആകെ നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റുകൾ എത്രയാണ്, 5 എക്സുകൾ അല്ലേ, 5 എക്സുകളുണ്ട്. കൂടാതെ അതിന് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയുണ്ട്, ഇത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടാൽ മതി അല്ലേ. n/n+1/2 എത്രയുണ്ടാവും, 4 × 5/2 എത്രയുണ്ടാവും, 10 ഉണ്ടാവും. 10 × 8% എത്ര ഉണ്ടാവും, ടോട്ടൽ 80% ഓഫ് എക്സ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് എന്ത് 1740 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ എത്ര രൂപയാണോ, അപ്പം മന്ത്ലി ആയിരിക്കാം അല്ലെങ്കിൽ ആനുവലി ആയിരിക്കാം, ആ എത്രയാണോ, ഒരു വർഷം നമ്മൾ യൂസ് ചെയ്യുന്ന പൈസ ഇത്രയാണെങ്കിൽ അടുത്ത കൊല്ലം അതിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയാണോ അതിന് മാത്രം എന്ത് ചെയ്താൽ മതി,
നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡെപ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റും അതിനെന്ത് ചെയ്യുക, അതിന് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ളതാണിത് ആകെ നമ്മുടെ ഡെപ്റ്റ് പറയുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് അത് അവർ അതിനകത്തിൽ നിന്ന് കുറച്ച് തരുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ. അവർ ഓൾറെഡി നിശ്ചയിച്ചു പോയ തുകയാണിത്. ഓക്കെ. 5 കൊല്ലത്തേക്കും പ്രിൻസിപ്പൽ എന്തായി സെയിം എമൗണ്ടിൽ. പക്ഷേ പ്രിൻസിപ്പൽ എന്താണ് സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, അവരതിൽ നിന്ന് നമുക്ക് കുറച്ച് തരും. ഓക്കെ. അങ്ങനെയാണ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കി. 5x ഉണ്ടാവും. 80% നമുക്ക് എങ്ങനെ എഴുതാം, 80/100 ഉണ്ടാവും. ഓക്കെ. മിക്സഡ് ഫ്രാക്ഷൻ എത്ര ഉണ്ടാവും, 5x × 100 500 + 80x 580x ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നതാണെന്ത് 1740 രൂപ നമ്മുടെ ഡെപ്റ്റ്. അതിനാണ് എക്സ് എത്ര ഉണ്ടാവും, എക്സ് ഈക്വൽ ടു 1740 × 100 ഡിവൈഡഡ് ബൈ 580. 580ൻ്റെ എത്ര തന്നെ മൾട്ടിപ്പിളാ, 3ൻ്റെ അല്ലേ 1740 580 വെച്ച് ഹരിക്കുമ്പോൾ 3 കിട്ടും. എത്രയുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്, 300 രൂപയായിരിക്കും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ. മുന്നൂറായിരിക്കും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയാണ്, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തുക ഇവരെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ. ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ. ഇനി ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പം ഇവിടെ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണല്ലേ, ഞാനത് അസ്യൂം ചെയ്യുവാണ്. എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് 100 എടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം ഒന്നാമത്തെ കൊല്ലം ഞാൻ 100 എടുക്കുന്നു, രണ്ടാമത്തെ കൊല്ലം ഞാൻ 100 കൊണ്ടുപോയി അടയ്ക്കുന്നു, മൂന്നാമത്തെ കൊല്ലം 100 രൂപ, 100 രൂപയല്ല 100 യൂണിറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ നാലാമത്തെ കൊല്ലവും 100 യൂണിറ്റ്, അഞ്ചാമത്തെ കൊല്ലവും 100 യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കൊല്ലം ഞാൻ 100 യൂണിറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 4 കൊല്ലത്തേക്ക് എത്രയാണ് നമ്മുടെ ശതമാനം, 8%. 4 കൊല്ലത്തേക്ക് 8% വെച്ചിട്ട് എത്രയുണ്ടാവും, 4×8 32%. എന്തിൻ്റെയാ, 100ൻ്റെ. അപ്പോൾ 100ൻ്റെ 32% കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് 100 നമ്മൾ എടുക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഏത് വാല്യൂ ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അപ്പം 4 കൊല്ലത്തേക്ക് 32. ഓക്കെ. അതെങ്ങനെയാണ് വരുന്നത്, 4 × 8 അല്ലേ. അടുത്ത കൊല്ലം 100 കിടപ്പുണ്ട്, ബാക്കി അത് എത്ര കൊല്ലത്തേക്കാണ്, 3 കൊല്ലത്തേക്ക്. 3 കൊല്ലത്തേക്ക് 24 രൂപയുണ്ടാവും. ഓക്കെ. അടുത്ത കൊല്ലം 3, അത് എത്ര കൊല്ലം ഉണ്ടാവും, 2 കൊല്ലത്തേക്ക്. അടുത്ത കൊല്ലം 8. ബാക്കി ലാസ്റ്റത്തെ കൊല്ലം എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, നമുക്കതിന് ഒന്നും കിട്ടാനില്ല, അവസാനമാണ് കൊണ്ടുപോയി അടയ്ക്കാൻ. അപ്പോൾ ഈ ടോട്ടൽ അടയ്ക്കുന്ന എത്ര ഉണ്ടാവും, 500 ഉണ്ടാവും. ആൻഡ് ഇതെത്ര ഉണ്ടാവും, 4 2 1 എത്ര ഉണ്ടാവും, 80 ഉണ്ടോ അല്ലേ. 500 + 80. ഓക്കെ. അതായത് 580 യൂണിറ്റ് എന്ന് പറയുന്നതാണെന്ത് നമ്മൾ ഈ അടയ്ക്കുന്ന 1740 രൂപ. നമ്മളോട് കണ്ടുപിടിക്കേണ്ട എത്രയാണ്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്ന എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ടു ബി പെയ്ഡ് ഇൻ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ അസ്യൂം ചെയ്യുന്ന നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 100 യൂണിറ്റ്. 580 യൂണിറ്റ് 1740 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റ് എത്രയാണ്, 300 രൂപ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരിത് തിരിച്ച് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, അതായത് ഇവർ പറയുവാണ് നിങ്ങൾക്ക് 1740 അല്ല തരുന്നത്, പകരം പറയുവാണ് 300 രൂപയാണ് നിങ്ങളുടെ ഇൻസ്റ്റാൾമെൻറ്റ്, ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് എങ്കിൽ. ആൻഡ് ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, 5 വർഷമാണ്, 8% പലിശ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് എങ്ങനെ ചെയ്യും. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് എന്താ, 300 രൂപ അല്ലേ. ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്നും പറയുന്നുണ്ട്. ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന നമ്മുടെ നമ്പർ എത്രയാണ്, 100 രൂപ അല്ല, 100 യൂണിറ്റ് അല്ലേ. 100 യൂണിറ്റ് ആണെന്ത് ഇവിടെ തന്നിരിക്കുന്ന 300. അപ്പോൾ 1 യൂണിറ്റ് എത്രയായിരിക്കും, 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 580 രൂപയാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ഡെപ്റ്റായിട്ട് നമ്മൾ അടയ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിലേക്ക് നമ്മൾ എത്തണം. പക്ഷേ ഇവിടെ നമുക്ക് പറയുന്നുണ്ടോ, ഇല്ല. പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. 100 വീതമായിരിക്കും ഇൻസ്റ്റാൾമെൻറ്റ്. ആൻഡ് എത്ര കൊല്ലത്തേക്കാണ്, 5 കൊല്ലത്തേക്ക്. എത്രയാണ് റേറ്റ്, 8%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 100 100 100 100 5 കൊല്ലത്തേക്ക് 100 500ആയി. എന്താണെങ്കിലും 5 കൊല്ലത്തേക്ക് കിട്ടത്തില്ല. ബാക്കിയുള്ള 4 കൊല്ലം 3 കൊല്ലം 2 കൊല്ലം 1 കൊല്ലം അതിനുള്ള ഇൻട്രസ്റ്റ് എത്രയും 500 4 3 2 1 10%, 10% അല്ല 10 പ്രാവശ്യം 8% വെച്ചിട്ട് 80. അപ്പോൾ നമുക്ക് അടയ്ക്കേണ്ട ഡെപ്റ്റിലേക്ക് നമ്മളെത്തും. 580 യൂണിറ്റാണ് നമ്മുടെ ഡെപ്റ്റ്. 1 യൂണിറ്റ് 3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് എത്രയുണ്ടാവും,
40 ഉണ്ടാവും. ഇങ്ങനെയും അവരെന്ത് ചെയ്യാം, തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചേ? 300 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. നോക്കിക്കേ, വാട്ട് ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് ₹2360 ഡ്യൂ ഇൻ 4 years അറ്റ് 12% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 100 എഴുതണോ? വേണ്ട. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനാ ഡെപ്റ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 2360. ഓക്കെ, ആൻഡ് പറയുന്നുണ്ട് ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. എത്രയാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്? 12%. വർഷം എത്രയാണ്? 4 വർഷം അല്ലേ? അപ്പോൾ നമുക്കറിയാം 4 വർഷത്തേക്ക് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്? 100 വെച്ചിട്ടാണെങ്കിൽ 4 കൊല്ലത്തേക്ക് 100. ഓരോ കൊല്ലവും എത്രയുണ്ടാവും? ബാക്കിയുള്ള 3 കൊല്ലത്തേക്കുള്ളത്. ഫസ്റ്റത്തെ വർഷമാണെങ്കിൽ ബാക്കിയുള്ള 3 കൊല്ലത്തേക്ക് എത്രയാണ് ഇൻട്രസ്റ്റ്? 3 × 12 വരും. ഇനി അടുത്തതോ 2 കൊല്ലത്തേക്ക് അടുത്ത 12 വരും. അടുത്തതോ 1 കൊല്ലത്തേക്കുള്ള 12 യൂണിറ്റും വരും. ഇനി ലാസ്റ്റത്തെ കൊല്ലം നമുക്ക് ഇല്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ടോട്ടലി, അതായത് ഇൻസ്റ്റാൾമെൻറ്റും അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് ആകെ ഉള്ളതാണ് എന്ത്? നമ്മുടെ ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 2360 രൂപ. ഓക്കെ, ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സംഭവം നമ്മളിങ്ങനെ എഴുതാൻ നിൽക്കില്ല. നമ്മളിതെന്ത് ചെയ്യും? മനക്കണക്കായിട്ട് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ടാവും? 400ഉം 2 12ഉം 3 2ഉം 3 എത്ര ഉണ്ടാവും? 6 12 ഉണ്ടാവും. അപ്പോൾ 400ഉം 72 ഉണ്ട്. 472 യൂണിറ്റ് ആണെന്ത്? 2360. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലാസ്റ്റ് 0 അല്ലേ? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും? 5 കൊണ്ട് മൾട്ടിപ്ലൈ. 5 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കി, 5 × 4 2000 വരും. 5 × 7 350 വരും. 25 10 വരും. ഓക്കെ, അപ്പോൾ 5 തന്നെ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നാ? നമ്മളോട് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 100 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ എത്രയുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്? 5 ഉണ്ടാവും അല്ലേ? 500 രൂപയായിരിക്കും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. ഓക്കെ, സിമ്പിൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5 yearly equal installments of ₹1600 each will discharge how much debt if simple interest is 10% per annum. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 1600 രൂപ. അതെന്താ പറഞ്ഞേക്കുന്നത്? 5 വർഷം അടയ്ക്കുന്ന ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് തുകയാണ് 1600. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത് നമ്മുടെ നമ്പർ എത്രയാണ്? 100 യൂണിറ്റ് ആണ് എന്ത്? 1600 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും? 16 വരും അല്ലേ? 100 യൂണിറ്റ് 16 കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും നമുക്ക് 1600 കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? എത്ര കൊല്ലം കൊണ്ടാണ് ഇതിന് അടച്ചു തീർക്കുന്നത്? 5 കൊല്ലം കൊണ്ടാണ് അടച്ചു തീർക്കേണ്ടത്. എത്രയാണ് നമ്മുടെ ശതമാനം? 10% വെച്ചിട്ട് നമ്മൾ അടച്ചു തീർക്കേണ്ട നമ്മുടെ ഡെപ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 കൊല്ലം, 5 കൊല്ലത്തേക്ക് 100 വീതം ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് വീതം എത്രയുണ്ടാവും? ഒരു 500 ഉണ്ടാവും. ഓക്കെ, പിന്നെ ബാക്കി 5 കൊല്ലം കഴിച്ചിട്ട് ബാക്കിയുള്ള 4 3 2 1 പ്രാവശ്യം എത്രയുണ്ടാവും? ഈ 10% ഉണ്ടാവും. അപ്പോൾ 4 3 2 1 എത്രയുണ്ടാവും? 10 തവണ 10%. എത്രയുണ്ടാവും? 100 യൂണിറ്റും കൂടെ ഉണ്ടാകും. ഓക്കെ, സംശയമുള്ളവർ എഴുതി നോക്കിക്കും. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമ്മൾ അടയ്ക്കുന്നത്? എത്രയാണ്? 600 യൂണിറ്റാണ് നമുക്ക് അടയ്ക്കേണ്ട നമ്മുടെ ഡെപ്റ്റ്. ഒരു യൂണിറ്റ് 16 ആണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ 600 യൂണിറ്റ് എത്രയായിരിക്കും? 6 × 16 96, ബാക്കി 2 0. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയുള്ള ഇൻസ്റ്റാൾമെൻറ്റ്. ഇതിലെന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണോ, ഇനി അതിൽ തന്നെ ഡെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണോ തന്നിരിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. എ പേഴ്സൺ ബോറോഡ് 2000 at 5% ആനുവൽ സിമ്പിൾ ഇൻട്രസ്റ്റ് റീപേയബിൾ ഇൻ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. വാട്ട് വിൽ ബി ദ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്? ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എ പേഴ്സൺ ബോറോഡ് 2000 അല്ലേ? എന്താണ് ഈ ബോറോ ചെയ്തത്? ഞാൻ ആദ്യം പറഞ്ഞു, അയാൾ ബോറോ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അയാളുടെ പ്രിൻസിപ്പളാണെന്ത്? 2000 രൂപ എന്ന് പറയുന്നത്. ഈ 2000 രൂപ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം 3 ആനുവൽ ഇൻസ്റ്റാൾ എന്ന് പറയുമ്പം നമ്പർ എത്രയായിരിക്കും, അല്ലെങ്കിൽ വർഷം എത്രയായിരിക്കും? 3 years ആണ് ഇതിൻ്റെ കാലാവധി. അതിനുള്ളിൽ അടച്ചു തീർക്കണം. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്?
5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഡെപ്റ്റ് തന്നിട്ടില്ല, ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടില്ല. പക്ഷേ നമുക്കറിയാം 3 കൊല്ലം കൊണ്ട് 5% ഇൻട്രസ്റ്റ് അടച്ചു തീർക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഫസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. എത്രയുണ്ടാവും? 2000 ഇൻറ്റു 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. എത്രയുണ്ടാവും? 300 രൂപയായിരിക്കും ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്ര വരും? 2000ഉം 300ഉം കൂടെ കൂട്ടിയാൽ 2300 ആയിരിക്കും നമ്മുടെ എമൗണ്ട്. ഓക്കെ, 2300 നമ്മുടെ എമൗണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നാ? വാട്ട് വിൽ ബി ദ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്? നമുക്ക് കണക്ട് ചെയ്യാനുള്ള സാധനം നമ്മുടെ ഡെപ്റ്റ് കിട്ടി അല്ലേ? എത്ര കൊല്ലം കൊണ്ടാണ്? 3 കൊല്ലം കൊണ്ട്. 3 കൊല്ലം കൊണ്ട് ഓൾറെഡി 100 വീതം ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. 300 ഉണ്ടാവും. പിന്നെ ബാക്കി എത്ര ഉണ്ടാവും? ആദ്യത്തെ കൊല്ലം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 2 കൊല്ലം 5% എത്ര ഉണ്ടാവും? 10 യൂണിറ്റും കൊണ്ടുണ്ടാവും. രണ്ടാമത്തെ കൊല്ലം എത്ര ഉണ്ടാവും? 5 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ വരുന്ന 300ഉം പ്ലസ് എത്ര ഉണ്ടാവും? ഒരു 15ഉം കൂടെ 315 യൂണിറ്റ് ആണെന്ത്? ഈ തന്നിരിക്കുന്ന 2300 രൂപ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് എന്നാ? ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? അപ്പോൾ നമുക്ക് 100 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് 1 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 1 യൂണിറ്റ് എത്രയായിരിക്കും? 2300/315 ആയിരിക്കും 1 യൂണിറ്റ്. ഓക്കെ, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയുണ്ടാവും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എല്ലാം ഫ്രാക്ഷനില്ല. അങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ 5 എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും അല്ലേ? ഇതിലോ 63 ഉണ്ടാവും. 2 തവണ 4600 ഡിവൈഡഡ് ബൈ 63 എത്രയുണ്ടാവും? 1600 ഒരു സീറോയും കൂടെ വരും അല്ലേ? 20 × ഒരു സീറോയും കൂടെ വരും. 63 എത്ര തവണ പോവും? 7 ആയിരിക്കും. 4 തവണ അല്ല 6 7 ഉണ്ടാവും. 6 7 420 പ്ലസ് ഒരു 20 441 ഉണ്ട്. 7 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാ നമ്പർ ഉള്ളൂ അല്ലേ? നമ്മുടെ ഇതായിരിക്കും നമ്മുടെ ആൻസർ. 730 ബാക്കി 10/63 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാൽ ഡെപ്റ്റ് ഓഫ് ₹19200 is due in 19,200 is due in 3 years which is paid in 3 installments such that first installment is half of second installment and 1/3 of third installment. If rate of simple interest is 10%, find the first installment. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഡെപ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഡെപ്റ്റ് തന്നിട്ടുണ്ട്. എത്ര കൊല്ലം കൊണ്ട് അടയ്ക്കുന്നത്? 3 കൊല്ലം കൊണ്ടാണ്, 3 ഇൻസ്റ്റാൾമെൻറ്റുകളുമായിട്ടാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ചെയ്തേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഹാഫ് ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 2 ആണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും എന്ത്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നാ? ആൻഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് 1/3 ഓഫ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അതായത് ഇത് 3 ആണെങ്കിൽ ഇതിൻ്റെ 1/3 ഭാഗമായിരിക്കും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും നമ്മുടെ റേറ്റ് കിട്ടി അല്ലേ? നമ്മൾ എന്തുകൊണ്ടായിരുന്നു നമ്മൾ ആദ്യം 100 നമ്മൾ അസ്യൂം ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്? അതായത് 100ൻ്റെ പെർസെൻറ്റേജിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ ഇതിനെ അതുപോലെ തന്നെ ആക്കിയാൽ മതി. ഇതിനെ എല്ലാത്തിനും ജസ്റ്റ് ഒരു 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 100 സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 200 തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയായി? 300. ഓക്കെ, ഇനി നമ്മുടെ പഴയ പരിപാടി തന്നെ അല്ലേ? നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ഡെപ്റ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡെപ്റ്റിൻ്റെ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്രയാണ് ശതമാനം? 10% ആണ് നമ്മുടെ ശതമാനം. അപ്പോൾ 100ന് നമ്മൾ ബാക്കിയുള്ള 2 കൊല്ലത്തേക്ക് നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എത്രയുണ്ടായിരിക്കും അതിൻ്റേത്? 10% വെച്ചിട്ട് 20% ആയിരിക്കും ടോട്ടൽ. 200 നമ്മൾ എത്ര കൊല്ലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? 1 കൊല്ലത്തേക്ക്. ഇനി നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടണം അല്ലേ? അത് എത്ര ഉണ്ടാവും? 200ൻ്റെ 10% എന്ന് പറഞ്ഞാൽ പിന്നെയും 20. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 600 640 യൂണിറ്റാണെന്ത്? 19200. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് എത്രയുണ്ടാവും? 640നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 19200. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നാ? ഇഫ്
അങ്ങനെയാണെങ്കിൽ ഫൈൻ ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അപ്പോൾ എത്ര ഉണ്ടാവും? 100 യൂണിറ്റ്. 100 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3000 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി നമ്മളോട് ചോദിക്കുക സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിലോ 200 × 30 എത്ര വരും? 6000 വരും. തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു ചോദിച്ചെങ്കിലോ 300 × 30 വരും. എത്ര ഉണ്ടാവും? 9000 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3000 അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. A took a loan from B of rupees 6,000 at 5% on a condition that he would pay it in 4 yearly installments, out of which first 3 installment would be 1/4 of the principal and rest amount would be paid in last installment. Find the amount paid by A in the last installment. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ എത്ര രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത് എന്ന് തന്നിട്ടുണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ എത്രയാണ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 6000 രൂപയാണ് അയാളുടെ പ്രിൻസിപ്പിൾ. ഓക്കെ, ആൻഡ് എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. ഓക്കെ, ആൻഡ് അതെങ്ങനെയായിട്ട് അടയ്ക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് 1/4 ഓഫ് ദ പ്രിൻസിപ്പിളാണ്. ഇതല്ലേ പ്രിൻസിപ്പിൾ. ഇതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 1500 ആയിരിക്കും അല്ലേ? 1/4. അതായത് ഓരോ പ്രാവശ്യവും എത്രയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നത്? 1500 രൂപയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നത്. എന്നിട്ട് എന്ത് പറയുന്നത്? റെസ്റ്റ് എമൗണ്ട്, അതായത് 3 പ്രാവശ്യം 1500 വീതം അടയ്ക്കുന്നു. റെസ്റ്റ് എമൗണ്ട് വുഡ് ബി പെയ്ഡ് ഇൻ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് എപ്പോഴാണ് നമ്മൾ അടയ്ക്കുന്നത്? ഏറ്റവും അവസാനം ആണ് അടയ്ക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ 6000 ആണ് ഓരോ പ്രാവശ്യം ഇയാൾ യൂസ് ചെയ്യുന്നത് അല്ലേ. 6000 ആദ്യത്തെ മാസം യൂസ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം അടയ്ക്കുന്നത് എത്രയാണ്? 1500 വീതം ഇയാൾ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6000 ഇയാൾ ഫസ്റ്റ് മന്ത് എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഓക്കെ, 6000 ഫസ്റ്റ് മന്ത് യൂസ് ചെയ്തു. ഫസ്റ്റ് മന്ത് കഴിയുമ്പോഴേക്ക് ഇയാൾ എന്ത് ചെയ്തു? 6000-ന് ഫണ്ട് കിട്ടുമല്ലോ അല്ലേ. 6000-ന് ഒരു പലിശ ഉണ്ടാവും. അത് എത്ര ശതമാനം? 5% അല്ലേ. ഈ 5% നമുക്ക് എങ്ങനെ എഴുതാം? 1/20 എന്ന് എഴുതാം അല്ലേ. 5% 1/20. അങ്ങനെ ഞങ്ങൾ 6000-ൻ്റെ 1/20 എത്രയുണ്ടാവും? 300 ഉണ്ടാവും അല്ലേ. 300 രൂപയായിരിക്കും ആദ്യത്തെ ഇൻട്രസ്റ്റ്. ഓക്കെ, ആറായിരത്തിൻ്റെ ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 രൂപയായിരിക്കും. അപ്പോൾ അയാൾ അതെന്ത് ചെയ്യുന്നില്ല? അതിലൊന്നും ചെയ്യുന്നില്ല. ആ 300 രൂപ ഇൻട്രസ്റ്റിൽ ഒന്നും ചെയ്യുന്നില്ല. പകരം ഫസ്റ്റ് ഇയർ ഇയാൾ കൊണ്ടുപോയിട്ട് എത്ര രൂപ കൊണ്ടുപോയി അടക്കുന്നു? 1500 രൂപ കൊണ്ടുപോയി അടക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വർഷം ഇയാൾ യൂസ് ചെയ്യുന്ന റുപ്പീസ് എത്രയാണ്? പ്രിൻസിപ്പൽ എത്രയാണ്? 6000. രണ്ടാമത്തെ വർഷം 1500 അയാൾ കൊണ്ടുപോയി അടക്കുന്നു അല്ലേ. 2500 ആദ്യത്തെ വർഷം തന്നെ അവസാനം ഇയാൾ എന്ത് ചെയ്യുന്നു? 1500 കൊണ്ടുപോയി അടയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പ്രിൻസിപ്പലിൽ നിന്ന് എത്ര കുറവ് വരും? 4500 രൂപയായിട്ട് അത് മാറിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയർ ഇയാൾ 6000 യൂസ് ചെയ്തു. അതിൽ നിന്നും 1500 കൊണ്ടുപോയി അടയ്ക്കുന്നു. അടുത്ത വർഷം ഇയാൾ യൂസ് ചെയ്യുന്ന എത്രയാണ്? 4500 രൂപ. അതിനെത്ര ഉണ്ടാവും? ആദ്യത്തെ ഒരു 1/20 ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അത് എത്രയുണ്ടാവും? 225 രൂപയായിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, 225 രൂപ. പിന്നെ എന്ത് ചെയ്യും? രണ്ടാമത്തെ കൊല്ലം അവസാനം ആകുമ്പോഴേക്കും പിന്നെ ഇയാൾ എന്ത് ചെയ്യും? ഒരു 1500 രൂപ കൂടെ കൊണ്ടുപോയി അടയ്ക്കും. അപ്പോൾ പിന്നെ 4500 1500 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്രയേ ഉള്ളൂ? 3000 രൂപയെ മൂന്നാമത്തെ കൊല്ലം അയാൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനും ഒരു ഇൻട്രസ്റ്റ് കിട്ടും അയാൾക്ക് അല്ലേ. അത് എത്രയുണ്ടാവും? 150 രൂപയായിരിക്കും ഇൻട്രസ്റ്റ്. പിന്നെ ഒന്നാമത്തെ കൊല്ലം അടച്ചു, രണ്ടാമത്തെ കൊല്ലം അടച്ചു, മൂന്നാമത്തെ കൊല്ലം ഇയാൾ എന്ത് ചെയ്യുന്നു? 1500 കൊണ്ടുപോയി അടയ്ക്കുന്നു അല്ലേ. അതിനെത്ര രൂപയുണ്ടാവും? 1500 രൂപയായിട്ട് നാലാമത്തെ കൊല്ലം അയാളുടെ പ്രിൻസിപ്പിൾ മാറി അല്ലേ. ഇനി ഇതിനൊരു പലിശ അയാൾക്കുണ്ടായിരിക്കുമല്ലോ. എത്രയുണ്ടാവും? 75 രൂപയായിരിക്കും. അപ്പോൾ ഈ ഇൻട്രസ്റ്റുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഇയാൾ അടച്ചിട്ടില്ല. പകരം എന്ത് ചെയ്തു? ആദ്യത്തെ കൊല്ലം 1500 അടയ്ക്കുന്നു, രണ്ടാമത്തെ കൊല്ലം 1500, മൂന്നാമത്തെ കൊല്ലം 1500. ഇനി അയാൾക്ക് എത്ര രൂപ ബാക്കിയുള്ളൂ? പ്രിൻസിപ്പിളിൽ
1500 അയാൾക്ക് അടയ്ക്കാൻ ബാക്കി കിടപ്പുണ്ട്. കൂടാതെ എന്തുണ്ട്, ഈ ഓരോ ഇൻട്രസ്റ്റുകളും എന്ത് ചെയ്യാനുണ്ട്, അയാൾക്ക് അടയ്ക്കാൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, അതായത് ഓരോ പ്രാവശ്യവും ഓരോ വർഷവും ഇയാൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിൻ്റെ മുകളിലാണ് എന്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാണേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1500 ബാക്കിയുള്ള ഇൻട്രസ്റ്റുകളും ടോട്ടൽ ഇൻട്രസ്റ്റുകൾ എത്ര ഉണ്ടാവും, 300, 225, 225, 75, പിന്നെ 300. അപ്പോൾ 300, 300, 150, ടോട്ടൽ 750 രൂപയായിരിക്കും അയാളുടെ ഇൻട്രസ്റ്റ്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഈ 1500 അയാൾ അടച്ചിട്ടുണ്ടോ ബാക്കി? ഇല്ല. ഇനി അപ്പോൾ അയാൾക്ക് ബാക്കി എത്രയും കൂടെ അടയ്ക്കാനുണ്ട്, ഒരു 1500 അയാളുടെ പ്രിൻസിപ്പിളിൽ നിന്നും കിടപ്പുണ്ട്. ബാക്കി 4 വർഷവും കിട്ടിയ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി എത്രയുണ്ടാവും, 2250 രൂപയായിരിക്കും അയാൾക്ക് ആകെ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എത്രയാണ്, ഇയാൾ 6000 രൂപയാണ് അല്ലേ. ഈ 6000 രൂപ ഇയാൾ എത്ര വർഷമേ യൂസ് ചെയ്തുള്ളൂ, 1 വർഷം അല്ലേ. രണ്ടാമത്തെ കൊല്ലം ആകുമ്പോഴേക്കും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 1500 രൂപ അടയ്ക്കുന്നുണ്ട്. 1500 അടച്ചിട്ട് അടുത്ത വർഷം ഇയാൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്, 4500. അടുത്ത കൊല്ലം എന്ത് ചെയ്യുന്നുണ്ട്, ആ കൊല്ലം അവസാനം 1500 അടച്ചിട്ട് മൂന്നാമത്തെ കൊല്ലം ഇയാൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്, 3000 രൂപയാണ് അല്ലേ. പിന്നെ 1500 അയാൾ അടയ്ക്കുന്നുണ്ട്. നാലാമത്തെ കൊല്ലം അയാൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്, 1500. അതായത് നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ സംഭവങ്ങളുണ്ടല്ലോ, നമ്മളുടെ ഇൻട്രസ്റ്റ് കണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് ഇവിടെ എഴുതുന്നു. ഓക്കെ, അപ്പം ഇതിനെല്ലാം കൂടെ എത്ര ഉണ്ടാവും, ടോട്ടൽ 6000, 1500, 3000, ടോട്ടൽ 15,000 ആയിരിക്കും. ഓക്കെ, ഈ 15,000-ന് എത്രയായിരുന്നു നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഓരോ കൊല്ലത്തേക്കും കൂടെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഓരോ കൊല്ലത്തേക്കും കൂടെ ആകെ അയാൾക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടിയത്, 750 കിട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇത് ചെയ്ത് നോക്കി, 150 × 5 എത്രയായി, 750 രൂപ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഓരോ പ്രാവശ്യം എഴുതി കൂട്ടാം. ഇതിൽ എളുപ്പം എന്താ, ഇത് ഒറ്റയടിക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഒരു വർഷം അയാൾ 6000 ഉപയോഗിച്ചു, അടുത്ത വർഷം 4500, അടുത്ത വർഷം 3000, അടുത്ത വർഷം 1500 ഉപയോഗിച്ചു. ഇതിനെല്ലാം കൂടെ അയാൾക്ക് കിട്ടുന്ന നമ്മളുടെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 750 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 750 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടയ്ക്കാൻ, അതായത് ഇത്രയും തുക വരെ നമ്മൾ അടച്ചു തീർത്തു. ഇനി ബാക്കി എത്ര പെൻഡിങ് ഉള്ളൂ, 1500 പെൻഡിങ് ഉണ്ട്. ഒരൊറ്റ ഇൻട്രസ്റ്റും അയാൾ എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ലായിരുന്നു. ആ 750 എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എളുപ്പം 2250 കിട്ടും. അതായത് എന്താ, ഓരോ വർഷവും ആണ് ഇവിടെ അയാൾ ഫണ്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലേ. ഓരോ വർഷവും യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. ആ പ്രിൻസിപ്പിളിനാണ് എന്ത് കാണേണ്ടുള്ളൂ, ഇൻട്രസ്റ്റ് കാണേണ്ട കാര്യം ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കി നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ. ഓക്കെ, എ മാൻ ബോറോഡ് എ സം ഓഫ് ₹800 ഫ്രം എ ബാങ്ക് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ഹി റിട്ടേൺസ് ദ ലോൺ ഇൻ 3 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ₹300 ഈച്ച്. ഫൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഇയാൾ എത്രയാണ് ബോറോ ചെയ്തിരിക്കുന്നത്, 800 രൂപ ഇയാൾ ബോറോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ബോറോ ചെയ്തിരിക്കുന്നത്. വർഷാവർഷം ഇയാൾ എത്രയാണ്, വർഷാവർഷമാണോ, അല്ല, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അല്ലേ. ഇനിയാണ് നമ്മൾ മന്ത്ലി, ഈ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇയാൾ എത്ര അടയ്ക്കുന്നുണ്ട്, 300 രൂപ വീതം ഇയാൾ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കി. ആദ്യം ഇയാൾ ബോറോ ചെയ്തത് 800 റുപ്പീസാണ്. ഓക്കെ, 800 റുപ്പീസാണ് ഇയാൾ ബോറോ ചെയ്തിരിക്കുന്നത്. ബാക്കി 3 കൊല്ലവും മന്ത്ലി 3 മന്ത്ലിയും 300 രൂപ വീതം വെച്ചിട്ട് ടോട്ടൽ ഇയാൾ എത്ര രൂപ അടയ്ക്കുന്നുണ്ട്, 900 റുപ്പീസ് അടയ്ക്കുന്നുണ്ട്. അതായത് 800 രൂപ ഇയാൾ എടുത്തതിനകത്ത് നിന്ന് 900 രൂപ ഇയാൾ കൊണ്ടുപോയി അടയ്ക്കുന്നുണ്ട്. അപ്പോൾ എത്ര രൂപ ഇയാൾ കൂടുതൽ അടയ്ക്കുന്നത്, അതാണ് എന്ത് ഇയാളുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് എത്രയാണ്, 100 രൂപയാണ് അയാളുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഫസ്റ്റത്തെ മന്ത് ഇയാൾ യൂസ് ചെയ്യുന്നത് 800 രൂപ. ഓക്കെ, സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ഫസ്റ്റത്തെ മന്ത് അവസാനം ഇയാൾ ഒരു 300 രൂപ കൊണ്ടുപോയി അടച്ചു. സെക്കൻഡ് മന്ത് അപ്പോൾ എന്താവും, 300 അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി അയാൾ യൂസ് ചെയ്യുന്നത് 500 രൂപയായിരിക്കും. അടുത്ത മാസം, രണ്ടാമത്തെ മാസം അവസാനം അയാൾ 300 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു. എത്രയുണ്ടാവും, മൂന്നാമത്തെ മാസം അയാളുടെ അടുത്ത് 200 രൂപയായിരിക്കും അയാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഓരോ മന്തും അയാൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്, ആദ്യത്തെ മാസം 800, രണ്ടാമത്തെ മാസം 500, മൂന്നാമത്തെ മാസം 200, ടോട്ടൽ 1500 രൂപയാണ് അയാൾ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നതാ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനാണ്.
ഓക്കെ, 1500 രൂപ എത്ര റേറ്റിലാണ് ഉപയോഗിച്ചതെന്ന് നമുക്കറിയത്തില്ല. പകരം പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഓരോ മാസം ഉപയോഗിച്ചതിന് നമുക്കുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം 1500-ൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര തവണ യൂസ് ചെയ്യുന്നത്, ഒരു മാസത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് 1/12 നമ്മൾ എടുക്കണം. മന്ത്ലിയാണ് ഇയാൾ യൂസ് ചെയ്യുന്നത്. അപ്പം 1/12 മാസത്തേക്ക് ഇയാൾ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, 100 രൂപയാണ് അയാളുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, നമ്മുടെ റേറ്റ് കിട്ടും. 100 ഇത് 1500 കട്ട് ചെയ്ത് പോയി അല്ലേ. ബാക്കി 15-ലും 12-ലും എത്ര, 5, 4 അല്ല 3 വീതം എത്ര ഉണ്ട്, 5 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 = 100 × 4/5 വരും. 20 കട്ടാവും. എത്ര ഉണ്ടാവും, 80% ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി, 80%. ഓക്കെ, ഇവിടെ നമ്മൾ റേറ്റ് എങ്ങനെയാണ്, നമ്മൾ മാസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓരോ മാസം യൂസ് ചെയ്ത ടോട്ടൽ ഫണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ മാസം 800, രണ്ടാമത്തെ മാസം 500, മൂന്നാമത്തെ മാസം 200. അതിനുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്, 100 രൂപ. ഓക്കെ, അത് നമ്മൾ ചെയ്തു. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിയേ. എ 2-വീലർ വെഹിക്കിൾ ഈസ് പർച്ചേസ്ഡ് അറ്റ് ₹1350. The same vehicle could be purchased at down payment of ₹550, whereas the rest can be paid in 3 equal installments of ₹300 for next 3 months at a simple interest. The rate of interest per annum charged by the dealer is. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു ഡൗൺ പേയ്മെൻറ്റ് കയറി വരുന്നുണ്ടല്ലേ. ഇയാൾക്ക് ഒരു 2-വീലർ വെഹിക്കിൾ മേടിക്കാൻ പറ്റും. എത്ര രൂപയ്ക്കാണ്, 1350 രൂപയ്ക്കായിരുന്നു. അതായത് ഫുൾ പേയ്മെൻറ്റിൽ 1350 രൂപയ്ക്ക് ആ വെഹിക്കിൾ മേടിക്കാം. പകരം എന്ത് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താ, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 550 രൂപ ആദ്യം അടയ്ക്കുക. 550 രൂപ, 1350-ൽ 550 രൂപ അയാൾക്ക് അടയ്ക്കുക. അപ്പോൾ ബാക്കി എത്ര രൂപയും കൂടെ അടയ്ക്കാനുണ്ട്. ബാക്കി അടയ്ക്കേണ്ട തുക അയാൾ എങ്ങനെ അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഓരോ മാസവും 300 വീതം അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അയാൾ ബാക്കി എത്ര രൂപ അടയ്ക്കണം, 800 രൂപ അയാൾ അടയ്ക്കണം. ബാക്കി ഓരോ മാസവും 300 രൂപ വെച്ച് 3 മാസം 900 രൂപ അടയ്ക്കണം. ഓക്കെ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം അല്ലേ. 800 രൂപയാണ് ഇനി അയാൾക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അടയ്ക്കാനുള്ളത് അല്ലേ. 800 രൂപ ഇനി അടയ്ക്കാനുള്ളത്. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കുമ്പോൾ അടുത്തത് 300 രൂപ വെച്ച് 3 മാസത്തേക്ക് 900 രൂപയായിരിക്കും എക്സ്ട്രാ. അപ്പോൾ 100 രൂപയായിരിക്കും എന്ത്, നമ്മുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, 100 രൂപയായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി ഓരോ മാസം അയാൾ യൂസ് ചെയ്യുന്ന ഫണ്ട് എത്രയാണെന്നല്ലേ നമുക്ക് കണ്ടത്. ആദ്യത്തെ മാസം അയാൾ 800 ഉപയോഗിച്ചു, രണ്ടാമത്തെ മാസം 300 കുറച്ചാൽ ബാക്കി 500 രൂപ അയാൾ യൂസ് ചെയ്യും. മൂന്നാമത്തെ കൊല്ലം എത്ര യൂസ് ചെയ്യും, ബാക്കി 200 ആയിരിക്കും അയാൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ എത്രയുണ്ടാവും, 1500 അയാൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എത്ര മാസത്തേക്ക്, ഓരോ മാസം വെച്ചിട്ട് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അതിനെത്രയാണെന്നല്ലേ, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, 100 രൂപ. ഇത് സോൾവ് ചെയ്തല്ലേ നമ്മൾ നേരത്തെ ചെയ്ത് അല്ലേ. ഇത് തന്നെയല്ലേ ഇവിടെയും ചെയ്തത്. ഇതിൻ്റെ കാര്യം എന്നാ, അതായത് ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതേ പറയുന്നുള്ളൂ. ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ല. ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി എത്ര തുകയാണ് ഇനി അടയ്ക്കാനുള്ളത്, അതാണ് എന്ത് നമ്മുടെ പിന്നീടുള്ള പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര കിട്ടും, നമുക്ക് എഗെയിൻ നമ്മുടെ 80% ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 80% ആയിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെയാണ് അടുത്ത ചോദ്യം ചെയ്ത് നോക്കി. എ സം ഓഫ് ₹10 ഈസ് ലെൻഡ് ബൈ എ ചൈൽഡ് ടു ഹിസ് ഫ്രണ്ട് ടു ബി റിട്ടേൺഡ് ഇൻ 11 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ₹1 ഈച്ച്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് 10 രൂപ കടം കൊടുത്തു. എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞു, ഓരോ മാസവും നീ എന്ത് ചെയ്യണം, എനിക്ക് 1 രൂപ വെച്ച് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര മാസം അടയ്ക്കണം, 11 മാസം അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി, ആദ്യത്തേത് ഇവൻ 10 രൂപയാണ് കടം കൊടുത്തത്. 11 മാസം ഓരോ രൂപ വെച്ച് അടയ്ക്കുമ്പം ടോട്ടൽ അടയ്ക്കുന്ന എത്രയാണ്, 11 രൂപ. അതായത് 10 രൂപ അവൻ കൊടുത്തിട്ട് അവന് കിട്ടുന്ന എത്രയാണ്, 11 രൂപ. അപ്പോൾ എത്രയായിരിക്കും അവൻ്റെ ഇൻട്രസ്റ്റ്, 1 രൂപയായിരിക്കും ഈ 11 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ മാസവും യൂസ് ചെയ്ത തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കിവിടെ എത്ര മാസമുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ മാസം ഇവന് എത്രയുണ്ട്, 10 രൂപ യൂസ് ചെയ്തു അല്ലേ. ആ മാസം അവസാനമായപ്പോഴേക്കും 1 രൂപ അടയ്ക്കുന്നു. ബാക്കി ഇനി എത്രയാണ് യൂസ് ചെയ്യുന്നുള്ളൂ, 9 യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ,
അതായത് ആദ്യത്തെ മാസം ഇവൻ 10, രണ്ടാമത്തെ മാസം ആകുമ്പോഴേക്കും 1 രൂപ അടയ്ക്കുന്നു, പിന്നെ 9 യൂസ് ചെയ്യുന്നു, പിന്നെ 8 യൂസ് ചെയ്യുന്നു, പിന്നെ 7 യൂസ് ചെയ്യുന്നു, പിന്നെ 6, പിന്നെ 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. നമുക്ക് എത്ര മാസം? 11 മാസം. ലാസ്റ്റത്തെ മാസം അവൻ എത്രയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അതായത് ഇത്രയാണെന്ത് ഇവൻ യൂസ് ചെയ്യുന്ന പൈസ. ഓക്കെ, ഫസ്റ്റത്തെ മാസം 10 രൂപ, രണ്ടാമത്തെ മാസം 9 അല്ലേ? ഓരോ പ്രാവശ്യം എന്തുണ്ട്? ഒരു 1 വെച്ചിട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പം 11 മാസം കൊണ്ട് ഇവൻ ഇത്രയും തുക ഉപയോഗിച്ചു. ലാസ്റ്റത്തെ മാസം ആയപ്പോഴേക്കും അവൻ ഉപയോഗിക്കാൻ പൈസ ഇല്ല കയ്യിൽ. പക്ഷേ എന്ത് ചെയ്യുക? നമ്മളതും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ അവൻ യൂസ് ചെയ്യുന്നത് എത്രയുണ്ടോ ഓരോ മാസവും? ഇത് എങ്ങനെ കൂട്ടും? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് അല്ലേ? n+1 ഡിവൈഡഡ് ബൈ 2. 10 അല്ലേ? 10 × 11 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 55 ആയിരിക്കും ഈ ടോട്ടൽ. അപ്പോൾ 55 രൂപയ്ക്ക് ആണ് ഇവൻ ടോട്ടൽ ഓരോ മാസമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 55 രൂപയ്ക്ക് എത്രയാണ് റേറ്റ് എന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. ഏതോ ഒരു റേറ്റിലാണ് ഇവൻ കാണുന്നത് അല്ലേ? ഈ റേറ്റിൽ ഇതെങ്ങനെ, ഏത് മാസമാണോ വർഷമാണോ? മന്ത്ലി ആണ് ചെയ്യുന്നത് അല്ലേ? മന്ത്ലി ഇവന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 1 രൂപ. ഓക്കെ, സോൾവ് ചെയ്താൽ മതി. 6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 11, 20. അപ്പോൾ 20 × 12 240 ഡിവൈഡഡ് ബൈ 11 വരും. 24 2 തവണ, 20 1 തവണ, ബാക്കി 9 ഡിവൈഡഡ് ബൈ 11 ആയിരിക്കും. ഏതാ നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ മാസവും നമ്മൾ യൂസ് ചെയ്യുന്ന തുക കണ്ടുപിടിക്കുന്നു. ആൻഡ് ആകെ നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ ടോട്ടൽ പൈസയും കൂടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ബാക്കി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കി. ആൻഡ് ഇലക്ട്രിക് അയൺ ഈസ് സോൾഡ് ഫോർ ₹110 ഓർ ഫോർ 50 rupees ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. അതായത് 100 രൂപയാണെന്ത്? 110 രൂപയാണെന്ത് ആ ഇലക്ട്രിക് അയണിൻ്റെ വില. 50 രൂപ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടയ്ക്കാനുള്ള തുക എത്രയാണ്? 60 രൂപ. ഇതെങ്ങനെ അടയ്ക്കുന്നത്? 62 ആഫ്റ്റർ എ മന്താണ് അല്ലേ? ഒരു മാസത്തിനുള്ളിൽ ഇവൻ 62 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 60 നിന്ന് 62 എത്താൻ 2 രൂപയാണ് അപ്പം അവൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ 60 രൂപയാണ് അവൻ യൂസ് ചെയ്തത്. ഒരു മാസത്തേക്കല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. 60-ന് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണെന്ത്? ഈ 2 രൂപ അല്ലേ? ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 5 കിട്ടും. 5ഉം 20 വരും. 6 എത്ര വരും? 2 × 20 40% ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ അല്ലേ? ഇവിടെ ഒരു മാസത്തേക്ക് അവൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. എ സെൽഫോൺ ഈസ് അവൈലബിൾ ഫോർ ₹600 ഓർ ഫോർ ₹300 ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് ടുഗദർ വിത്ത് ₹360 ടു ബി പെയ്ഡ് ആഫ്റ്റർ 2 months. ഇവിടെ എത്ര മാസത്തേക്ക് അടക്കണം എന്നാണ് പറയുന്നത്? 2 മാസത്തിനുള്ളിൽ അവൻ അടച്ചാൽ മതി. അതായത് നിങ്ങൾ നോക്ക്, 600 രൂപയായിരുന്നു ആ ഫോണിൻ്റെ മുഴുവൻ വില. ഒറ്റയടിക്ക് അവനത് ഫുൾ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവൻ എത്ര രൂപ കൊടുക്കണം? 600 രൂപ കൊടുക്കണം. ഇനി അതും അല്ലെങ്കിലോ 300 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി എത്ര രൂപയും കൂടെയാണ് ശരിക്കും ഫോണിന് അടയ്ക്കാനുള്ളത്? 300 രൂപ. പക്ഷേ ഇവൻ എങ്ങനെ ചെയ്യുന്നത്? 2 മാസം കഴിഞ്ഞിട്ട് ഒരു പേയ്മെൻറ്റിലായിട്ട് 360 രൂപ കൊണ്ടുപോയി അടച്ചു. 2 മാസം കഴിഞ്ഞിട്ടാണ് ഓർക്കണം. അപ്പോൾ അവൻ എക്സ്ട്രാ അടയ്ക്കുന്ന റുപ്പീസ് എത്രയാണ്? 60 rupees അല്ലേ? അതായത് 300 രൂപയ്ക്ക് എത്രയാ റേറ്റ് നമുക്കറിയത്തില്ല. റേറ്റ് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്ര മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? 2 മാസം കഴിഞ്ഞ്. അപ്പോൾ 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് 60 രൂപ. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ട് എന്ത് വരും? 0 0 3/4 വരും. 1/2 വരും. R is equal to 60 × 2 120% ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, 120%. അടുത്ത ചോദ്യം നോക്കിയേ. ദ ബൈക്ക് ഈസ് അവൈലബിൾ ഫോർ ₹42,000 ക്യാഷ് ഓർ ₹20,000 ക്യാഷ് ആസ് ഡൗൺ പേയ്മെൻറ്റ് ടുഗദർ വിത്ത് ₹25,000 ടു ബി പെയ്ഡ് ഇൻ 3 months. ഫൈൻഡ് ദ ആനുവൽ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചാർജ് ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ ആദ്യം 9 മാസത്തേക്ക് 11 മാസത്തേക്കുള്ളത് ചെയ്തു. അടുത്ത പ്രാവശ്യം നമ്മൾ 1 മാസത്തേക്കുള്ളത് ചെയ്തു. 2 മാസത്തേക്കുള്ളതും ചെയ്തു. ഇതെത്രയാണ്? ഇത് 3 മാസത്തേക്കുള്ളതാണ്. ഓക്കെ, ആദ്യം 42,000 രൂപ ക്യാഷ് ആയിരുന്നു. അതിനകത്ത് 20,000 രൂപ എന്ത് ചെയ്തു? ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു അല്ലേ? ബാക്കി എത്ര രൂപയും കൂടെ അടക്കണം? 22,000 രൂപയും കൂടെ അടക്കണം. 22,000 രൂപ അടക്കേണ്ട സ്ഥാനത്ത് ഇവൻ 3 മാസം കഴിയുമ്പോൾ എത്ര രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു?
25,000 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ 20,000 രൂപയ്ക്ക് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്ര മാസത്തേക്കാണ്? 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണെന്ത്? 20,000 20 22,000 അല്ലേ? 22,000 അടയ്ക്കുന്നത് എത്രയാണ്? 25,000 അടയ്ക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 3,000 രൂപ. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഇതെന്ത് ചെയ്യുക? ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കിക്കേ. എ മാൻ ബോറോഡ് എ സം ഓഫ് ₹7,000 ഫ്രം എ ബാങ്ക് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. After 3 years, he paid ₹3,000 to the bank, and at the end of 5 years, he paid ₹5,450 and clear all his dues. Find the rate percentage. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയാൾ ഒരു തുക ബോറോ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 7,000 രൂപയാണ് അയാൾ ബോറോ ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് മേടിച്ചിരിക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഒരു 3,000 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എത്ര വേണം? 5 കൊല്ലം കഴിയുമ്പോഴേക്കും ആണോ? അതായത് എൻഡ് ഓഫ് 5 years എന്ന് പറഞ്ഞേക്കും. അപ്പം 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൊല്ലം കൂടെ കഴിയുമ്പോഴാണ്? 3 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിയുമ്പോഴേക്കും, അതായത് ആകെ മൊത്തം 5 കൊല്ലം ആകുമ്പോഴേക്കും ഇയാൾ പിന്നെയും ഒരു 5,450 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പം 7,000 രൂപ എടുത്ത് അയാൾ ടോട്ടൽ എത്ര അടയ്ക്കുന്നുണ്ട്? 8,450 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നുണ്ട്. അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്? പ്ലസ് 1,450 രൂപയായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ അൺഈക്വലായിട്ടല്ല, അതായത് ആദ്യത്തേത് 3 കൊല്ലമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് എത്രയുണ്ട്? അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച്, അതായത് ഇത് നമുക്ക് 2 രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 7,000 ഇയാൾ എത്ര കൊല്ലം യൂസ് ചെയ്തു? 3 കൊല്ലം. എത്രയാണ് റേറ്റ് എന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 7,000 രൂപയ്ക്ക് ആദ്യത്തെ 3 കൊല്ലം എത്ര ഉണ്ടായിരുന്നു? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? 3ാമത്തെ കൊല്ലം ആയപ്പോഴേക്ക് ഇയാൾ 3,000 രൂപ കൊണ്ടുപോയി അടച്ചു. അപ്പോൾ 7,000-ൽ നിന്ന് 3,000 പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? അടുത്ത 2 കൊല്ലം ഇനി അയാൾ യൂസ് ചെയ്യുന്ന ഫണ്ട് എത്രയാണ്? 4,000 രൂപ അല്ലേ? ഈ 4,000 രൂപ ഇനി 5 കൊല്ലം ആകുമ്പോഴേക്കും എത്ര കൊല്ലം അയാൾ യൂസ് ചെയ്യുന്നുള്ളൂ? 2 കൊല്ലമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ 2 കൊല്ലത്തിനും അയാൾക്കൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ 7,000 അയാൾ 3 കൊല്ലം യൂസ് ചെയ്തു, 4,000 അയാൾ 2 കൊല്ലം യൂസ് ചെയ്തു. ഇതിനെല്ലാം കൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെന്ത്? നമ്മുടെ ആകെയുള്ള 1,450. ഇത് സോൾവ് ചെയ്താൽ മതി. ഇതെത്രയുണ്ടാവും? 210 6 ഉണ്ടാവും. ഇതെത്രയുണ്ടാവും? പ്ലസ് 96 ഉണ്ടാവും. ടോട്ടല് 296 ആണെന്ത്? നമ്മുടെ 1,450. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയായിരിക്കും? 1,450 ഡിവൈഡഡ് ബൈ 290. 5% ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് 7,000 ഇയാൾ 3 കൊല്ലം യൂസ് ചെയ്തു, 4,000 ഇയാൾ 2 കൊല്ലം യൂസ് ചെയ്തു. ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞാലോ? ഓക്കെ, എവിടെ പറയും? ഇവിടെ നോക്കി, അതായത് 7,000 ഇയാൾ യൂസ് ചെയ്യുന്ന എത്രയാണ്? 3 കൊല്ലം അല്ലേ? ഫസ്റ്റത്തെ കൊല്ലം, 2ാമത്, 3ാമത് ഇയാൾ എന്ത് ചെയ്തു? 7,000 യൂസ് ചെയ്തു. അടുത്ത കൊല്ലം വെച്ചിട്ട് ഇയാൾ 3,000 അടച്ചിട്ട് ബാക്കി എത്ര യൂസ് ചെയ്യുന്നത്? 4,000 അല്ലേ? 5 കൊല്ലം യൂസ് ചെയ്തു. ആകെ എത്ര യൂസ് ഉണ്ടാവും? 21 8 29,000 രൂപയാണ് ഓരോ വർഷം ഇയാൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഫോർമാറ്റിലായിരുന്നെങ്കിൽ എങ്ങനെയാണ്? ഈ 29,000 രൂപയ്ക്ക് എത്ര ഉണ്ടാവും? ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്രയാണ്? ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വർഷമല്ലേ? അപ്പോൾ ഒരു വർഷത്തേക്ക് വെച്ചിട്ട് ഇയാൾക്ക് ആകെ കിട്ടുന്ന ഫണ്ട് എത്രയാണ്? 1,450 രൂപ. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? R = 1,450 ഡിവൈഡഡ് ബൈ 290 കിട്ടും. 5% ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. Iqbal buys a LCD by paying 2/5 of the amount as the basic amount and the other amount at a no-cost EMI loan plan by paying 4 equal installments monthly. If the price of the LCD is ₹32,500, what will be the amount of each installment? ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് 32,500 ആ LCD TVൻ്റെ വില എന്ന് പറയുന്നത് അല്ലേ? പകരം ആ ഇക്ബാൽ എത്ര രൂപയാണ് ആദ്യം കൊണ്ടുപോയി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടക്കുന്നത്, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്? അതായത് ഈ ബേസിക് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് തന്നെയാണ് അല്ലേ? ഡൗൺ പേയ്മെൻറ്റ് അത് എത്രയാണ്? 2/5 ഓഫ് ദ എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 32,500 2/5 എത്ര ഉണ്ടാവും? 32,500 2/5 എന്ന് പറയുമ്പോൾ 5 വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്താൽ എത്ര വരും? 6 വരും, 5 വരും, 6,500 വരും. ഡൗൺ പേയ്മെൻറ്റ് 30,000 ആണ് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ്. അപ്പം 32,500 നിന്ന് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കുന്നുണ്ട്? 13,000 അടച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? ഇതിൽ പോയിട്ട് 19,500 ആണ് ഇനി അയാൾക്ക് അടയ്ക്കേണ്ടത് അല്ലേ? അത് അയാൾ എങ്ങനെ അടയ്ക്കുന്നതെന്ന് പറയുന്നത് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത് മന്ത്ലി. ഓക്കെ, 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് അല്ലേ? 4. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ആ പ്ലാൻ പോകുന്നത്? നോ കോസ്റ്റ് EMI ലോണില്ല. എന്താ ഈ EMI അല്ലേ? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഈ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇനിയുള്ള എമൗണ്ട് അയാൾ നോ കോസ്റ്റ് EMIയിലാണ് അടയ്ക്കുന്നതെങ്കിലും അയാൾക്ക് എന്തുണ്ടാവില്ല? അയാൾക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. പകരം എന്ത് ചെയ്യും? ഇത് മന്ത്ലി 4 മാസമാണെങ്കിൽ 4 മാസവും മന്ത്ലി ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അയാൾ അടയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റിന് കണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതേ എമൗണ്ട് തന്നെ ഇയാൾ 4 മാസവും ഓരോ മാസം ഈക്വലായിട്ട് എമൗണ്ട് അടയ്ക്കും. എത്ര ഉണ്ടാവും? 19 4 ഉണ്ടാവും, 35 8 ഉണ്ടാവും, 30 7 ഉണ്ടാവും, 20 5 ഉണ്ടാവും. ആൻസർ എത്രയാണ്? 4875 അല്ലേ? 16 35 4 32 30 8. ഓക്കെ, 4 8 7 5 ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഇവിടെ നോക്കിയേ. എ വാച്ച് ഈസ് അവൈലബിൾ അറ്റ് ₹250 ക്യാഷ് ഓർ ഫോർ ഡൗൺ പേയ്മെൻറ്റ് ഓഫ് ₹X. എന്ത് തന്നിട്ടില്ല നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. പകരം എത്രയാണ്? 250 രൂപയായിരുന്നു ആ ക്യാഷിന് അല്ലെങ്കിൽ വാച്ചിൻ്റെ വില അല്ലേ? ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? X. ഫോളോഡ് ബൈ ₹165 ആഫ്റ്റർ 6 months. എത്ര മാസം? 6 മാസം കഴിയുമ്പം ഇയാൾ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്? 165. അതോടെ എന്ത് ചെയ്തു? ആ വാച്ചിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമെന്നാണ് പറയുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 20% പെർ ആനം ഫൈൻഡ് ദ ഡൗൺ പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 20% ആണ് തന്നിരിക്കുന്നത് അല്ലേ? 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1/5 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മളുടെ എമൗണ്ട് പ്രിൻസിപ്പിൾ എന്നുള്ള റേഷ്യോയിൽ എഴുതുവാണെങ്കിൽ എന്ത് കിട്ടും? പ്രിൻസിപ്പിളും എമൗണ്ടും ആണെങ്കിൽ പ്രിൻസിപ്പിൾ 5 ആണെങ്കിൽ 1 യൂണിറ്റും കൂടെ കൂടി എമൗണ്ട് എത്രയായിരിക്കും? 6 യൂണിറ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 250 ആണ് വാച്ചിൻ്റെ ഫുൾ എമൗണ്ട്. അതിൽ നിന്നും X rupees എന്താണ്? ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ആൾക്ക് എത്ര രൂപയും കൂടെ അടയ്ക്കണം? 250 നിന്നും ഡൗൺ പേയ്മെൻറ്റ് കുറച്ചിട്ടുള്ള തുകയാണ് ഇനി അയാൾക്ക് അടയ്ക്കേണ്ടത് അല്ലേ? ഇതാണെന്ത്? X. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 6 month ആണെന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? 6 monthലാണ് എന്ത് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ? പെർ ആനും ആണ് അല്ലേ? ഒരു വർഷത്തേക്ക് 20%. അപ്പോൾ ഹാഫ് ഇയർലി ആയിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ശതമാനം? നേർപകുതിയാകും അല്ലേ? 10% ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് 1/10 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് ഇൻട്രസ്റ്റിൽ നമ്മുടെ റേഷ്യോയിൽ എഴുതുവാണെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ എമൗണ്ട് എത്രയാകും? 11 യൂണിറ്റ് ആകും. ഓക്കെ, അതായത് ഇതായിരുന്നു നമ്മുടെ 10 യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ 10 യൂണിറ്റ് 6 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇയാൾക്ക് അടക്കേണ്ടത് എത്രയാണ്? 165. അതായത് 11 യൂണിറ്റ് ടോട്ടൽ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 165. ഓക്കെ, 165 രൂപ ഇയാൾക്ക് അടക്കണം. അത് നിങ്ങൾ നോക്കിയേ, ഇനി അയാൾക്ക് അടക്കേണ്ടത് 250 മൈനസ് X രൂപയാണ് അയാൾക്ക് അടക്കേണ്ടത്. ഓക്കെ, ഈ X രൂപ അയാൾ 6 മാസം കഴിയുമ്പോഴേക്കും ഒറ്റയടിക്കാണ് ഒരു ഫുൾ പേയ്മെൻ്റ് ആയിട്ടാണ് അയാൾ അടക്കുന്നത്. അപ്പോൾ 6 മാസത്തേക്ക് അയാളുടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. അപ്പോൾ 6 മാസം കഴിയുമ്പോഴേക്കും അത് എത്രയായി? 110% ആയി അല്ലേ? അതിലേക്ക് ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു 165 അടച്ച് കഴിയുമ്പോഴേക്കും ആ ഫണ്ട് ക്ലോസ് ആയി എന്നല്ലേ പറയുന്നത് അല്ലേ? അതാണല്ലോ സംഭവം. ഈ 125 അടയ്ക്കുമ്പോഴേക്കും ക്ലോസ് ആയി. അതായത് എന്താ? ഈ 250 രൂപയ്ക്ക് 6 മാസത്തേക്ക് കഴിയുമ്പോഴേക്കും അത് എത്ര എമൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും? 165 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ഈ 11 യൂണിറ്റാണ് ആ എമൗണ്ട് ആണെന്ത്? നമ്മുടെ 165 എന്ന് പറയുന്നത്. അത് എത്ര യൂണിറ്റ് ഉണ്ടാവും? 165ൽ 11 15 തവണ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 10 എത്ര ഉണ്ടാവും? 15 times
150 ടൈംസ് ഉണ്ടാകും. ഓക്കെ, അതായത് നമുക്ക് നമ്മളുടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയായിരുന്നു? 250 മൈനസ് എക്സ് ആയിരുന്നു അല്ലേ? ഇതാണ് നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ പ്രിൻസിപ്പിൾ 6 മാസം കഴിയുമ്പോഴേക്ക് എത്രയായിരുന്നു മാറിയെന്ന് പറഞ്ഞേ? 165 മാറിയിട്ടുണ്ടായിരുന്നു. ആ 165 എത്ര യൂണിറ്റ്, അതായത് എമൗണ്ട് ആയിട്ട് എത്രയാണ്? 11 യൂണിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 യൂണിറ്റ്, അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 180 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 250 നിന്ന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ടുള്ള എക്സ് കുറച്ച് കഴിഞ്ഞാൽ 150 കിട്ടുമെങ്കിൽ നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് എത്രയായിരിക്കും? 250 മൈനസ് 150, 100 രൂപയായിരിക്കും നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ്. ഓക്കെ, ആൻസർ ബി ആയിരിക്കും. അടുത്ത ചോദ്യം, എ വാഷിംഗ് മെഷീൻ ക്യാൻ ബി ബോട്ട് ഫോർ ₹14,000 ഓർ വിത്ത് ₹1,500 ഡൗൺ പേയ്മെൻറ്റ് ഫോളോഡ് ബൈ 5 months ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 15% പെർ ആനം. കാൽക്കുലേറ്റ് ദ ഇൻസ്റ്റാൾമെൻറ്റ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ വില തന്നിട്ടുണ്ട് അല്ലേ? എത്രയുണ്ട്? 14,000 രൂപയാണ്. അതിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് അടയ്ക്കുന്നത്? 1,500 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. ബാക്കി ഇനി അവൻ അടയ്ക്കേണ്ട തുക എത്രയാണ്? 12,500 രൂപയാണ് അടയ്ക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇൻസ്റ്റാൾമെൻറ്റ് എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓരോ 5 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അല്ല, ഓരോ 5 മാസമല്ല, ഓരോ മാസം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ മന്ത് ഇവൻ യൂസ് ചെയ്യുന്ന എത്രയാണ്? 12,500 യൂസ് ചെയ്തു. രണ്ടാമത്തെ മാസം ആകുമ്പോഴേക്കും, അതായത് 12,500 ഒരു മാസം യൂസ് ചെയ്ത ഒരു മാസം കഴിയുമ്പോഴേക്കും ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ് ഇൻസ്റ്റാൾമെൻറ്റ് കൊണ്ടുപോയി അടച്ചു. അതായത് 12,500 നിന്നും ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കുറവ് വന്നു. രണ്ടാമത്തെ മാസം ഇവൻ 12,500 നിന്ന് എക്സ് ഇൻസ്റ്റാൾമെൻറ്റ് കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ഇവൻ യൂസ് ചെയ്തു. മൂന്നാമത്തെ മാസം എന്ത് ചെയ്തു? 12,500 നിന്ന് ഒരു എക്സും കൂടെ അടച്ചു. അതായത് ഈ എക്സിൽ നിന്ന് ഒരു എക്സും കൂടെ അടയ്ക്കുമ്പോഴേക്കും എത്രയാകും? 2x കുറവ് വരും അല്ലേ? അടുത്ത മാസവും 12,500 മൈനസ് 3x ആവും. അഞ്ചാമത്തെ മാസം ഇവൻ യൂസ് ചെയ്യുന്ന ഫണ്ട് എത്രയായിരിക്കും? 12,500 നിന്ന് 5x കുറയുന്നതായിരിക്കും. അതായത് എന്താ? ഓരോ മാസവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സ് ആയിരുന്നതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മൈനസ് എക്സ് വരുന്നു. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എക്സ് എന്താകും? 2x ആയിട്ട് മാറും അല്ലേ? ഇതാണ് സംഭവം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും കൂടെ കൂട്ടി ആകെ ഇവൻ യൂസ് ചെയ്യുന്ന പൈസ എത്രയാണ്? 12,500 എത്ര തവണ ഉണ്ടാവും? 5 ടൈംസ് ഉണ്ടാവും. അപ്പം 62,500 ഉണ്ടാവും. ഇത് എത്രയുണ്ടാവും? 10x ആണ് ഇവൻ ഓരോ മാസം, അതായത് 5 മാസത്തേക്കും കൂടെ ആകെ യൂസ് ചെയ്യുന്നു. നമ്മൾ പറയുന്നത് നമ്മൾ ആകെ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഒരു തവണയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകൾ അടയ്ക്കുന്നത്. നമ്മൾ ആകെ 5 എക്സുകൾ നമ്മൾ അടയ്ക്കുന്നുണ്ട് അല്ലേ? നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് അപ്പോൾ എത്രയാണ്? നമ്മുടെ 5 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് അല്ലേ? പക്ഷെ നമ്മൾ യൂസ് ചെയ്യിക്കാൻ നമുക്കിനി കണ്ടുപിടിക്കാനുണ്ടായിരുന്ന പൈസ എത്ര ഉണ്ടായിരുന്നുള്ളൂ? നമ്മൾ യൂസ് ചെയ്യുന്ന പൈസ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 12,500 നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ട് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 12,500 യൂസ് ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന നമ്മുടെ എമൗണ്ട് എത്രയാണ്? 5x ആണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര വരും? ടോട്ടൽ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പിൾ മൈനസ് ചെയ്യുക അല്ലേ? 12,500 വരും. ഇതിൽ കോമൺ ആയിട്ട് 5 ഉണ്ടല്ലോ, ഇതിനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 2,500 വരും അല്ലേ? ഇതാണ് എന്ത്? നമ്മൾ അടയ്ക്കേണ്ട നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മാസം 12,500 ഓരോ മാസം ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചിട്ട് ബാക്കിയുള്ള 4 മാസവും ഓരോ ഇങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ഇനി അവൻ അടയ്ക്കുന്നത് എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇനി അവൻ ചെയ്യുന്നത് ഇത്രയും രൂപയാണ് ഇവൻ ടോട്ടൽ ഓരോ മാസവും യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 പുറത്ത് കൊടുത്തൂടെ? ഈ 10 പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 10 × 6,250 മൈനസ് എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എത്ര മാസം യൂസ് ചെയ്യുന്നുണ്ട്? 5 മാസം അല്ലേ? എത്രയാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 15% പെർ ആനം. 15% പെർ ആനത്തിൽ ഓരോ മാസത്തേക്കും കൂടെ യൂസ് ചെയ്യുമ്പോൾ
ആകെ ഇവന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്. 5 ഇൻറ്റു എക്സ് മൈനസ് 2500 ആയിരിക്കും. കാണുന്നില്ല അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മുടെ ഇക്വേഷൻ. അതായത് ഇത്രയും തുക അവൻ യൂസ് ചെയ്യുന്നുണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റിലാണ്? 15% ഇൻട്രസ്റ്റിൽ ഒരു മാസത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ അവന് ജനറേറ്റ് ചെയ്യുന്ന അവൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടും. നോക്കിക്കേ, 15ൽ എത്ര ഉണ്ടാവും? 3 ഉണ്ടാകും, 2 ഉണ്ടാകും, ആൻഡ് 3/4 വരും. 2 × 4 8 വരും. 8 അപ്പുറത്തോട്ട് പോകുമ്പോൾ 5 × 8 40 വരും. നമുക്ക് എഴുതി നോക്കാം. 6250 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2 × 4 8 എത്ര വരും? 40 എക്സ് മൈനസ് 40 × 2500 1 ലാക്കും വരും അല്ലേ? 1 ലാക്കും ആയിരിക്കും. ഇതിൽ സോൾവ് ചെയ്തതിൻ്റെ 40 എക്സും കൂടെ 41 എക്സ് ഈസ് ഈക്വൽ ടു 1,62,50. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? ഇവിടെ എഴുതാം. എക്സ് എത്ര ഉണ്ടാവും? 1,62,50 ഡിവൈഡഡ് ബൈ 41. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? എത്ര ഉണ്ടാവും? 1,06,000 സ്റ്റാർട്ടിങ് എത്ര വരും? ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വരും അല്ലേ? എല്ലാം ഒരേ വാല്യൂ അല്ലേ? ബാക്കി എത്ര ഉണ്ടാവും? 82. അപ്പം ബാക്കി 24. 204 2 ഉണ്ടാവും. അതിൽ എത്ര ഉണ്ടാവും? 5 ടൈംസ് ഉണ്ടാവും. അപ്പോൾ 205 ആയി. റിമൈനിങ് എത്ര ഉണ്ടാവും? 37 ഉണ്ടാവും. 375ൽ എത്ര ഉണ്ടാവും? 375ൽ 9 ടൈംസ് 4 1 369 ഉണ്ടാവും. റിമൈനിങ് എത്ര ഉണ്ടാവും? 60 ഉണ്ടാവും. 60ൽ 1 ടൈമേ പോകത്തുള്ളൂ അല്ലേ? അപ്പോൾ എറൗണ്ട് നമ്മുടെ ആൻസർ 2591 ആയിരിക്കും. ഇതല്ലേ നമ്മുടെ ആൻസർ. ഇതായിരിക്കും ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് തന്നിട്ടില്ല അല്ലേ? ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓരോ മാസം യൂസ് ചെയ്ത ഫണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ആ ഫണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടക്കേണ്ട നമ്മുടെ ടോട്ടൽ നമ്മളുടെ എമൗണ്ട് 5x ആണ് നമ്മൾ പറഞ്ഞു. ആ എമൗണ്ടിൽ നിന്ന് നമുക്കിനി അടക്കേണ്ട ഫണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രിൻസിപ്പിൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ ചെയ്യാം. നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യം. ഓക്കെ, a car with a price of rupees 6,50,000 is bought by making some down payment. On the balance, a simple interest of 10% is charged in lump sum and the money is to be paid in 20 equal annual installments of rupees 25,000. How much is the down payment എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാർ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? ആകെ 6,50,000 റുപ്പീസിന് കിട്ടും. പക്ഷേ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട്. ഇവിടെ എന്ത് തന്നിട്ടില്ല? നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് തരുന്നില്ല. ഡൗൺ പേയ്മെൻറ്റ് തരുന്നില്ല, പകരം ഈ ഡൗൺ പേയ്മെൻറ്റ് എക്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കുറച്ചിട്ട് ബാക്കിയൊരു തുക വരുമല്ലോ. ഓക്കെ, എക്സായിട്ട് എടുക്കണ്ട. എത്രയോ ഒരു തുക എന്തുണ്ട്? ഇവിടെ അടയ്ക്കാനുണ്ട്. ആ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിയൊരു തുകയുണ്ട്. ഓക്കെ, അതിലാണ് എന്ത് ചെയ്യുന്നത്? ഓൺ ദ ബാലൻസ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 10% അവർ ചാർജ് ചെയ്തു. അതായത് ഈ എമൗണ്ടിനെ എന്ത് ചെയ്തു? ഒരു 10% ചാർജ് ചെയ്തു. 10% നിങ്ങൾക്കറിയാം എത്രയാണ്? 1/10 ആണ് അല്ലേ? 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും? അത് 110% ആ 110% എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നവർ? ഇൻ ലംസം ആൻഡ് ദ മണി ഈസ് ടു ബി പെയ്ഡ് ഇൻ 20 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട്. 20 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇവർ അടയ്ക്കുന്ന തുക എത്രയാണ്? 20 × 25,000 രൂപ വെച്ചിട്ട് ആകെ എത്രയാണ്? 5 ലാക്കാണ് ഇവർ ആകെ അടയ്ക്കുന്നത്. ഓക്കെ, അതായത് ഈ ഡൗൺ പേയ്മെൻറ്റും കുറച്ച് കഴിഞ്ഞ് ബാക്കി അടയ്ക്കാനുള്ള തുകയിൽ എന്ത് ചെയ്തു? അവർ 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. ആ 10% ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്ത തുകയാണെന്ത്? ഈ 5 ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടുന്ന് ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചൂടെ? അതായത്
11 യൂണിറ്റ് ആണ് എന്ത് ഈ 5 lakh കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? നമ്മുടെ ഈ 10 യൂണിറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ആ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് എമൗണ്ട് കണ്ടുപിടിക്കാനാണോ പാട്? അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, 11 യൂണിറ്റ് 5 lakh ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലോ അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 യൂണിറ്റ് അല്ലേ? എത്രയുണ്ടാവും? 5 lakh ഡിവൈഡഡ് ബൈ 11 എത്രയുണ്ടാവും? 5ൽ 50ൽ എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. 60ൽ 5 ഉണ്ടാകും. എഗെയിൻ 4 5 4 പിന്നെ 10 യൂണിറ്റും കൂടെ ആയതുകൊണ്ട് ഒരു 5 ഉണ്ടാവും. എഗെയിൻ എന്ത് ചെയ്യും? പോയിൻ്റ് വരും. ഇത് 4 5 ആയിരിക്കും. അപ്പോൾ എത്ര ഉണ്ടാവും? അതായത് 4,54,545 രൂപയാണ് എന്ത് ഇയാളുടെ പ്രിൻസിപ്പളായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 6,50,000 നിന്നും ഈ ഡൗൺ പേയ്മെൻറ്റും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇനി എത്ര രൂപയുള്ളൂ? 4,54,545 രൂപ അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി. അപ്പോൾ ഈ എമൗണ്ടാണ് എന്ത് 10% കൂടെ കൂടി 5 ലക്ഷം രൂപയായിട്ട് കൂടിയത്. ആ 5 ലക്ഷം രൂപ ഇവരെന്ത് ചെയ്തു? 20 ഇൻസ്റ്റാൾമെൻറ്റിൽ 25,000 രൂപ അടച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 6,50,000 നിന്ന് 4,54,545 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായിരുന്നു നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടച്ചത് നമുക്ക് കിട്ടൂലേ? നോക്കിയേ, 10 നിന്ന് 5 വരെ എത്ര വരും? 5 5 4 വരും. എത്ര വരും? 5 വരും. 9 വരും. 1 വരും അല്ലേ? 5 1,95,450 ആയിരുന്നു എന്ത് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ്. ഓക്കെ, ഇതല്ലേ നമ്മുടെ ആൻസർ? 1,95,455. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിലെ ഒരു ഏകദേശം ഒരു 95-99% ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത്, നമ്മൾ ഓർക്കേണ്ടുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു? അതായത് നമ്മൾ എത്ര പ്രിൻസിപ്പിളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിപ്പോൾ മന്ത്ലി ആയിരിക്കാം ആനുവലി ആയിരിക്കാം, അതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റാൾമെൻറ്റിൽ എന്താണ് ഇവർ തുക നിശ്ചയിക്കുന്നത്? എങ്ങനെയാണ്? ഇവർ ഓൾറെഡി ആദ്യം 5 കൊല്ലം മുഴുവൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ആനുവലി ആണെങ്കിൽ ആനുവലി നമ്മളൊരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കും. അപ്പോൾ ആ ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കുന്ന ആ തുകയ്ക്ക് ബാക്കിയുള്ള വർഷങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിവരെന്ത് ചെയ്യും? ബാങ്കുകാർ നമുക്ക് കുറച്ച് തരും. അപ്പോൾ നമുക്ക് ടോട്ടൽ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റും അതിന് ഇപ്പോൾ അതൊരു ബാങ്കിൽ അല്ലെങ്കിൽ അത് നിക്ഷേപിച്ച പോലെ ആണെങ്കിൽ അതിന് ബാക്കിയുള്ള മാസം കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്ത് നമ്മുടെ ഡെപ്റ്റ് എന്നും പറയും. ഈ ഒരു 2 കൺസെപ്റ്റും നമ്മൾ മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഒരു ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടല്ലേ? ആ ഉത്തരം കൂടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇത് ഒന്നുകൂടെ മനസ്സിലാകാത്തവർ ഒന്നും കൂടി ഇതിൽ കാണുക. എല്ലാ കൺസെപ്റ്റുകളും നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് വൃത്തിയായിട്ടിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.